പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കുന്നത് നമുക്ക് കാണാം. അതായത് പെൺകുട്ടികളെ ടൂളായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാര് ഇപ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഇയാൾ എന്നെ കയറി പിടിച്ചതായിരുന്നു എന്ന് പറയുന്ന ആൾക്കാര്. നിവിൻ പോളി ഓപ്പൺ ആയിട്ട് മാധ്യമങ്ങളോട് വന്ന് കൃത്യമായി തെളിവുകൾ സഹിതം ഞാൻ നിവിൻ പോളി ആയിരിക്കണമെന്നില്ല, നിവിൻ പോളി വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, ഇന്ന ഡേറ്റില് അവരവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ചില കേസുകളിൽ വിക്ടിംസ് നല്ല കൃത്യതയോടെ ഇതൊക്കെ വന്ന് പറയും. ചില ആൾക്കാർക്ക് അത് പറയാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവർ വർഷങ്ങൾക്ക് ശേഷം വന്ന് പറയും. ആ സമയത്തേക്ക് നിങ്ങൾ വേണമെങ്കിൽ അപ്പൊ പറഞ്ഞാൽ മതി, ഇപ്പൊ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല, അങ്ങനെ പറയുന്നതിൽ പറഞ്ഞിട്ടില്ല. ആരെവിടെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് വ്യക്തമായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിലോ അല്ലെങ്കിൽ ഇല്ലാ കഥയോ ചമച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരാളെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതേ പറഞ്ഞുള്ളൂ. ചിത്രേ, കുറെ കാലം ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു മീ ടു എന്ന് പറയുന്നത്. അത് സിനിമാ മേഖലയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു കാര്യമായിരുന്നു മീ ടു. അതിനുശേഷം പലയിടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല രീതിയിൽ തന്നെ ഈ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവുന്ന അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് ഉണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമണങ്ങളെ പറ്റിയിട്ട് തുറന്നു പറഞ്ഞ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനൊരു രീതി ശരിയല്ല. നമുക്കുണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മൾ പറയണം, അല്ലെങ്കിൽ പിന്നെ അംഗീകരിക്കില്ല. ആ ഒരു രീതി ശരിയാണോ? ആ ഒരു രീതിക്ക് പല പല വശങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഒറ്റൊരു വശം മാത്രമേ അവർ പറയുന്നുള്ളൂ. കാരണം ആ ഒരു പെൺകുട്ടി ചിലപ്പോൾ ഡിപ്രഷനിലായിരിക്കാം, ആ സമയത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം, അതുകൊണ്ട് ഒരു 10-15 വർഷത്തിന് ശേഷം പറയുന്നു. ഞാൻ പറയുന്നത് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഉള്ള അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അല്ല സംസാരിക്കുന്നത്, വർഷങ്ങൾക്ക് ശേഷമുള്ള അങ്ങനത്തെ ഉള്ള വെളിപ്പെടുത്തലുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. വെളിപ്പെടുത്തിയാലും നമുക്ക് ഓക്കെ, അതിനകത്ത് മതിയായ തെളിവുകളുണ്ട്, അയാള് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്ന വേറൊരു വശമുള്ള ആൾക്കാരുണ്ട്, അവരെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ഈ സ്ത്രീകളെ അങ്ങ് അടിച്ചമർത്തി പറയുന്നു എന്നുള്ളൊരു തോട്ട് എല്ലാവരിലും വന്നേക്കാം. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു അബ്യൂസീവ് ഒരു കേസ്, ആ ഒരു കേസിൽ ചിലപ്പം എന്താ പറയാ ഈ ഒരു എന്താ പറയാ ഈ വിക്ടിം എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അവർ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം. നമ്മുടെ ഇടയിൽ അങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് പറ്റുന്നു, നമ്മളിങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് പറയുമ്പോഴേക്കും ഇതിന് മതിയായ തെളിവുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് ശബ്ദം ഉയർത്താനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റാതെ വരുന്ന ചില പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകളോ ഉണ്ടാവാം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് സ്ത്രീകൾ പറയുന്ന കുറച്ച് വാക്കുകൾക്ക് അല്ലെങ്കിൽ അവര് പറയാണ് ഇന്ന ആള് എന്നെ ആ സമയത്ത് ഇന്ന എടുത്ത് വെച്ചിട്ട് കയറി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ലോകം മുഴുക്കെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ നാട്ടുകാരുടെ ഒക്കെ മുന്നിൽ ആ സമയം തൊട്ട് ഒരു തോന്നിവാസിയും അല്ലെങ്കിൽ ഒരു എന്താ പറയാ അയാൾ ഭയങ്കര മോശപ്പെട്ട ഒരാളുമായി ചിത്രീകരിക്കപ്പെടുകയാണ്. ഇപ്പൊ കോടതി വഴി അയാൾ ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലും അയാൾ മരിക്കും വരെ ആ ഒരു ചാപ്പ കുത്തല്ല അയാൾ നിലനിന്ന് പോകണം. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ആ ഒരു സമയത്ത് ഡിപ്രഷൻ സ്റ്റേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് തുറന്ന് പറയാൻ പറ്റാത്ത ഒരു സമയമായിരിക്കാം, അതുകൊണ്ടാണ് 10-15 വർഷത്തിന് ശേഷം സംസാരിക്കുന്നതെന്ന്. ഇതേപോലെയുള്ള സംഭവം ഇയാൾക്കും വരാം. അത് ഈ ഒരു കേസ് ഉന്നയിച്ചതിന്റെ പേരിൽ അയാൾക്കും സംഭവിച്ചെന്നിരിക്കാം. ചിലപ്പോൾ ആ സമയത്ത് സംസാരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഈ ഒരു കാര്യം തെളിയിക്കാൻ പറ്റാതിരിക്കാം, ഡിപ്രഷനിലായിരിക്കാം, ചിലപ്പം തുറന്നൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അയാൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അയാൾ ഒരു കേജിനുള്ളിൽ പെട്ട പോലെ ഇരിക്കാം. അപ്പൊ ഇതൊക്കെ ആൺകുട്ടിക്കും ഉണ്ടാവാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഉണ്ടാവാം. അതിന്റെ പേരിൽ ഒരാളും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. അതിനാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥയും, ഒരാളും ഇവിടെ ശിക്ഷിക്കപ്പെടരുത്, തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ആരും ശിക്ഷിക്കപ്പെടണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവിടെ ആൾക്കൂട്ട വിചാരണയാണ്. അതിന്റെ അപ്പുറത്തേക്കും ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ സാധ്യത ഇല്ല എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ട്
സാധ്യത ഇല്ല എന്ന് പറയുന്നത് ഇപ്പൊ വരുന്ന കുറെ ഫേക്ക് ആയിട്ടുള്ള കേസസ് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. സാധ്യത ഇല്ല എന്നല്ല പറയുന്നത്, അതിനകത്ത് ഇങ്ങനെയുള്ള ഒരു ചാൻസും കൂടി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ ചില ആൾക്കാർ വളരെ ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കുന്നത് നമുക്ക് കാണാം. അതായത് പെൺകുട്ടികളെ ടൂളായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാര് ഇപ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഇയാൾ എന്നെ കയറി പിടിച്ചതായിരുന്നു എന്ന് പറയുന്ന ആൾക്കാര് ഇവിടെ ഉള്ള നാട്ടിലാണ്. അങ്ങനെയുള്ള നാട്ടിൽ തന്നെ അങ്ങനെ അല്ലാത്ത ഇഷ്യൂസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ജെനുവിൻ ആണെന്നുള്ളത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? കേസ് വരുന്ന സമയത്ത് ചിത്ര ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, റേപ്പ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രതി അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുന്ന ആൾക്ക് വളരെ തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇവിടെ പ്രത്യേകത വെച്ച് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രതി രക്ഷപ്പെടാനുള്ള ചാൻസ് ആണ് കൂടുതൽ. കാരണം സാഹചര്യ തെളിവാണെങ്കിലും ഇപ്പൊ മെഡിക്കൽ ആണെങ്കിലും ഇതൊക്കെ എടുത്ത് ആ പ്രതിക്ക് ശിക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആ സ്പോട്ടിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ നടക്കത്തുള്ളൂ. അതാണ് സത്യാവസ്ഥ. വർഷങ്ങൾ കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രതിക്ക് കൂടുതലായിട്ടും രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു ചാൻസ് ആണ്. ഈ രാഹുൽ മാങ്കുട്ടൻ കേസിനകത്തിൽ തന്നെ പല ഈ അഭിഭാഷകരും ചർച്ച ചെയ്യുന്ന, പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അവരുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ള ശരി എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തുകൊണ്ട് പ്രൂവ് ചെയ്യുന്നില്ല? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അതിനകത്തേക്ക് തന്നെയാണ് എത്തി വരുന്നത്. കാരണം നേരത്തെ ഇതിപ്പോ ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, അയാൾക്കും തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കേസിൽ എല്ലാരും പോയി മുദ്ര കുത്തുന്നത് ഞാൻ കണ്ടില്ല. നിവിൻ പോളി ഓപ്പൺ ആയിട്ട് മാധ്യമങ്ങളോട് വന്ന് കൃത്യമായി തെളിവുകൾ സഹിതം ഞാൻ ഇന്ന ഡേറ്റില് അവരവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ എന്താ പറയാ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് അതിനുള്ള ഒരു പ്രൂഫ് സഹിതം കാര്യങ്ങൾ കിട്ടിയതിന്റെ പേരിലും ഇത് വളരെ തമാശയോടുകൂടി നമ്മൾ ചിരിച്ചു തള്ളുന്ന ഒരു കാര്യമായി ഈ നിവിൻ പോളിയുടെ കേസ്. എല്ലാവരും നിവിൻ പോളി ആയിരിക്കണം എന്നില്ല, എല്ലാവർക്കും ഇങ്ങനെ തെളിയിക്കാൻ പറ്റണം. എല്ലാ വിക്ടിംസും അല്ല, നമ്മൾ ഈ കാണുന്ന ചില കേസുകളിലെ വിക്ടിംസ് നല്ല കൃത്യതയോടെ ഇതൊക്കെ വന്ന് പറയും. ചില ആൾക്കാർക്ക് അത് പറയാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവർ വർഷങ്ങൾക്ക് ശേഷം വന്ന് പറയും. ആ സമയത്തൊക്കെ നിങ്ങൾ വേണമെങ്കിൽ അപ്പൊ പറഞ്ഞാൽ മതി, ഇപ്പൊ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനെ പറയുന്നതിൽ പറഞ്ഞിട്ടില്ല. ആരെവിടെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് വ്യക്തമായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിലോ അല്ലെങ്കിൽ ഇല്ലാക്കഥയോ ചമച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരാളെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതേ പറഞ്ഞുള്ളൂ. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ആ സാധനം കൊണ്ടിടരുത്. അത് വ്യക്തിപരമായിട്ടാണ് ഒരാളെ നന്നാക്കാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് അപ്പൊ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നിയമവും നീതിപീഠവും ഒക്കെ കൃത്യമായിട്ടുണ്ട്. അവിടെ തെളിയിക്കുകയും അതേപോലെ തന്നെ ഇപ്പൊ അപകീർത്തകരമായിട്ടുള്ള ഒരു കേസാണിത്, അല്ലെങ്കിൽ ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ ചീറ്റിങ്ങിനാണെങ്കിലും ബാക്കിയുള്ളതിന് അവർക്ക് കോടതിയിൽ പോകാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, നമ്മള് ദിലീപിന്റെയും അതിജീവിതയുടെയും കേസിൽ ആതിരയ്ക്ക് ഒരു അതിർത്തി ഉണ്ടായിരുന്നു. അതായത് ഇതിനകത്ത് എന്താ പറയാ, അത് ഫെയർ ആയിട്ടുള്ള ഒരു നടപടി ആയിരുന്നില്ല എന്നുള്ളത് ആതിരയ്ക്ക് വളരെ വ്യക്തമായിട്ട് ആതിര പ്രകടിപ്പിച്ച കാര്യമാണ്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു എന്താ പറയാ സിസ്റ്റത്തില് ആതിര വിശ്വസിക്കുന്നുണ്ടോ? ഏത് സിസ്റ്റത്തില്? ഈ ഒരു നിയമ നടപടിയിലും അല്ലെങ്കിൽ ഈ നിയമത്തിലും കോടതിയിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടോ? കോടതിയിലും നിയമത്തിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു അസംതൃപ്തി പറഞ്ഞു? അസംതൃപ്തി പറയാൻ കാരണം നിയമത്തിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. നിയമത്തിന്റെ മുൻപിലേക്ക് തെളിവുകൾ എത്തപ്പെട്ടാൽ മാത്രമേ അവർക്ക് കൃത്യമായി ശിക്ഷ ലഭിക്കത്തുള്ളൂ. പല കേസുകളിലും ഇതിനു മുൻപും ഈ ജഡ്ജ്മെന്റ്സ് പറഞ്ഞിട്ടുള്ള ജഡ്ജിമാരാണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് പൂർണ്ണമായിട്ട് അറിയായിരിക്കും. കാരണം അതിന്റെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ പോലും പക്ഷെ അവിടെ പ്രോസിക്യൂഷൻ എങ്ങനെ തെളിയിച്ച ആ ഒരു കേസ് വാദങ്ങൾ ആ ഒരു സെക്ഷൻ തെളിയിക്കാൻ വേണ്ടി തന്നെ അത്രയും തെളിവുകൾ നിരത്തേണ്ടതായിട്ട് വരും. അത് ഈ കേസിനകത്തിൽ തന്നെ അവിടെ ഒരു ഫോൺ പ്രധാന തെളിവായിരുന്നു. കാരണം ഓപ്പോസിറ്റ് വിക്ടിമിന്റെ ഈ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ള തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫോണായിരുന്നു. അവിടെ ദിലീപിന്റെ പക്കൽ നിന്നൊരു ഫോൺ അവർക്ക് കണ്ടെത്തി തെളിയിക്കാൻ പറ്റിയില്ല.
ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ കേസിൽ നിന്ന് പല ആൾക്കാർക്കും ജീവപര്യന്തം അല്ലെങ്കിൽ ഈ വധശിക്ഷ വരെ പ്രതീക്ഷിച്ചു പോകുന്ന കേസുകളിൽ ജീവപര്യന്ത ഭാഗിയൊക്കെ ചുരുക്കിപ്പോ നമ്മൾ കണ്ടിട്ടില്ലേ. അതൊക്കെ അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ഇപ്പൊ ഷാരോൺ കേസിലാണെങ്കിൽ ചിത്ര വിശ്വസിക്കുന്നില്ലേ ആ പെൺകുട്ടി വിഷം കലർത്തി കൊടുത്തിട്ടുണ്ടെന്ന്, പക്ഷേ വധശിക്ഷ കിട്ടിയിട്ടുണ്ടോ? അതേപോലെ തന്നെ കേസുകൾ വരുന്ന സമയത്ത് ഇരട്ട ജീവപര്യന്തം അങ്ങനെ ഈ ചെറിയ ചെറിയ തലങ്ങളിലേക്ക് പോകുന്നതിന് നിയമത്തിന്റേതായിട്ടുള്ള തെളിവുകൾ അവിടെ കൊണ്ട് തെളിയിച്ചാൽ മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചിലരെയൊക്കെ മാപ്പ് സാക്ഷിയാക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അവിടെ പണത്തിനൊരു വിലയില്ലാന്ന് ആദ്യം വിശ്വസിക്കുന്നുണ്ടോ? പണത്തിനോ? അല്ല, നിയമത്തിനെ നമുക്ക് പണം കൊണ്ട് കയ്യിലെടുക്കാൻ പറ്റത്തില്ല, പക്ഷെ നിയമം പാലിക്കുന്ന ആൾക്കാരെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. ഈ തെളിവുകൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അവരെയൊക്കെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. അത് മൊത്തം ഇതിനകത്ത് വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞ കേസുകളും ഉണ്ട്. എല്ലാം ഇതിനകത്ത് പെടും. ഇതിനകത്ത് ഇതിപ്പം എന്താ പറയാ, നമ്മൾ കാണാത്ത ഒരു ആളല്ല അവിടെ നിന്ന് വിധി നമുക്ക് എന്താ പറയാ, ഈ കോടതി എന്ന് പറയുന്നത് ഒരു നമ്മൾ കാണാത്ത ഒരു ആളല്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു വായുവിൽ നിന്ന് മാത്രമല്ല അതിനകത്തു നിന്നുള്ള ഒരു വിധി നമുക്ക് വരുന്നത്. കോടതി മുറിക്കകത്തിൽ നടക്കുന്ന കാരണം പൂർണ്ണമായി ഒരു മാധ്യമങ്ങളുടെ അടുത്ത് എത്തുന്നില്ല. അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. ഇപ്പോ ഈ പറയുന്ന റേപ്പ് കേസസ് ഒക്കെ ആണെങ്കിൽ ആകെ ആ ജഡ്ജിയും ആ വിക്ടിമും മാത്രമേ ഉള്ളൂ ആ കോടതി മുറിയിൽ. അതിന്റെ അകത്ത് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, വിക്ടിം എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യവും പുറത്തേക്ക് വരുന്നില്ല. പിന്നെ ഈ പറയുന്ന പല കേസുകളും ഫാബ്രിക്കേറ്റഡ് ആവുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഒരു വീഡിയോയ്ക്ക് അതിൽ റീൽസിനകത്ത് തന്നെ ഞാൻ കണ്ടൊരു കാര്യമായിരുന്നു. ഒരു സ്ത്രീ അവരുടെ മകൻ എന്തോ ഒരു പ്രശ്നം ചെയ്തതാണ്. അപ്പൊ മകനെ ഇട്ട് എന്തോ ഒരു അടിക്കാനോ എന്തോ സംഭവം ചെയ്യുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങൾ പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങൾ പറയുന്ന കേൾക്കും, നീനെ കയറി പിടിച്ചു എന്ന് ഞാൻ പറയും. ഇത് പബ്ലിക്കിൽ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് കേസസ് വരുന്നുണ്ട്, പോക്സോ കേസസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് ഈ പോക്സോ ആണെങ്കിലും ഇത്തരം കേസുകളൊക്കെ വരുന്ന സമയത്ത് ഒരു മെയിൻ ന്യൂസ് വാല്യൂ ഉള്ള കേസായിട്ട് ഫ്രണ്ട് പേജിൽ ഉണ്ടായിരിക്കാം, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ പിന്നാലെ കേസ് ഡയറി ആയിട്ട് ആരും പോകുന്നില്ല. കാരണം അതൊന്നും സെൻസേഷണൽ കേസുകളല്ല. അതിനകത്ത് പെട്ടിരിക്കുന്ന വ്യക്തിമാരും അത്ര ന്യൂസ് വാല്യൂ ഉള്ള ആൾക്കാർ. അതിനകത്ത് സെല്ലിംഗ് പോയിന്റ് ഉണ്ടോ എന്നുള്ളത് ആളുകൾ തപ്പും. അതിനകത്ത് എന്താണ് സെല്ലിംഗ് പോയിന്റ് എന്നുള്ളത്. ഈ പ്രതി എന്ന് പറയുന്ന ആള് വലിയ രീതിയിൽ ഈ ഫെയിം ഉള്ള ആൾക്കാരാണെങ്കിൽ, ഫെയിം ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ വർഷങ്ങളോളം ഒരു വാർത്തയ്ക്ക് പിന്നാലെ പോകത്തുള്ളൂ. അല്ലാതെ അതിന്റെ കേസ് ഡയറി ഒക്കെ പഠിച്ച് അങ്ങനെ ആരും പോകത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ആയിരുന്നു ഇല്ല അമ്മ കുഞ്ഞിനെ എറിഞ്ഞു കൊന്ന കേസിൽ ശരണ്യക്ക് ജീവപര്യന്തം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്തിലൊക്കെ ഈ കേസുകളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്കൊരു അമ്മ എന്ന് പറയുന്ന കുഞ്ഞിന് അത്തരം ഫീലിങ്സിലാണ് നമുക്ക് അത്തരം കേസുകളോട് ഒരു എതിർപ്പ് തോന്നുന്നതും. അല്ലാതെ ശരണ്യെ നമുക്ക് ആർക്കെങ്കിലും നേരിട്ടറിയാവോ? അവരുടെ ആ കാമുകനെ അറിയത്തില്ല, ആ അച്ഛനെ അറിയത്തില്ല, ആ കുഞ്ഞിനെ അറിയത്തില്ല, ഇവരെ ആരെയും നമുക്ക് അറിയത്ത പോലുമില്ല. സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമുള്ള ആൾക്കാരും അല്ല. പക്ഷെ ഇത്തരം കേസുകൾ വരുന്ന സമയത്തും നമ്മൾ ആ ശിക്ഷ പോരാ എന്ന് വിചാരിക്കുന്നത് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കൃത്യം ആലോചിച്ചിട്ടാണ്, ആ ഒരു ഫീലിങ്സ് കൊണ്ട് തന്നെയാണ്. പിന്നെ പല റേപ്പ് കേസസിനകത്തിൽ അങ്ങനെ, ഈ അരുണ കേസിനകത്തിലും അരുണ അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യക്കാർ ഒരു വിക്ടിം മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് അവർ ആ ബെഡി കിടക്കുന്ന ആലോചിച്ച് അരുണ എനിക്ക് ആ പേഴ്സണലി അറിയത്തില്ല. ഇപ്പോ ഒരു 75 അവർ മരിക്കുന്ന സമയത്ത് 75 ആ ഒരു ഏജ് ഉണ്ട്. പക്ഷെ എന്റെ ചെറുപ്പത്തിലാണെങ്കിലും ആ 20ാമത്തെ വയസ്സിൽ അവരനുഭവിച്ച ആ ഒരു വിക്ടിം, ആ ഒരു ഇതില്ലേ, ആ റേപ്പിന്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ചങ്ങല വെച്ച് കഴുത്തി മുറുക്കി അല്ലെങ്കിൽ റേപ്പ്, അവരനുഭവിച്ച വേദന നമ്മളിലേക്ക് എത്തുന്ന സമയത്താണ് നമുക്ക് അത്തരം കേസുകളിലോട് ഒരു പ്രത്യേക ഇത് തോന്നുന്നതും താല്പര്യം തോന്നുന്നതും. അല്ലാതെ അരുണ എന്ന് പറയുന്ന മറ്റു സംസ്ഥാനത്തിലെ ഒരു പെൺകുട്ടിയുടെ റേപ്പ് കേസിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാനില്ല. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ബാക്കി സെൻസേഷനായി 8 വർഷം 10 വർഷമൊക്കെ നമ്മൾ പിന്നാണ്. ദിലീപ് കേസിലാണെങ്കിൽ ഇതിനകത്തിലെ വിക്ടിമിനെയും ദിലീപിനെയൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്ര വർഷത്തോളം ഈ ജനങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. പക്ഷെ ബാക്കി കേസുകളൊക്കെ ഈ പറയുന്ന റേപ്പിന്റെ തീവ്രത അറിഞ്ഞിട്ടാണ് നമ്മൾ ഒരു വിഷമം തോന്നുന്നത്. സൗമ്യ, ഇങ്ങനത്തെ ഒത്തിരി കേസുണ്ട്. ഇതിന്റെ അകത്തിൽ തന്നെ ഒരുപാട് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പോക്സോ കേസുകളുണ്ട്. അതിനകത്തിൽ പെട്ടുപോകുന്ന അച്ഛന്മാരുണ്ട്. അവരുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. കാരണം ഇത്ര വർഷങ്ങളായിട്ടും അല്ലെങ്കിൽ മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ ലൈംഗിക അതിക്രമണം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ ഒരു ദിവസം അയാൾ ആ സമൂഹത്തിന്റെ മുൻപിൽ ഒരു കാമ കണ്ണുകളുള്ള ഒരു മനുഷ്യനായി മാറുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു വേദന, അയാൾ അനുഭവിക്കുന്ന ഒരു വേദന കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനോ ചിത്രയോ സോറി അല്ലെങ്കിൽ കുഴപ്പമില്ല പൊക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദിവസം അയാൾ അനുഭവിച്ച വേദനയിൽ നിന്ന് അയാൾക്ക് ഒരു മുക്തി ഉണ്ടാവാനൊന്നും പോകുന്നില്ല. പിന്നെ എത്ര നമ്മൾ ആർട്ടിക്കിൾസ് ചെയ്തിട്ടും വാർത്തകൾ ചെയ്തിട്ടും ഒന്നും അതിനൊരു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പല കേസുകളും എത്രയോ പോക്സോ കേസുകൾ ഈ ഉൾപേജുകളിലൊക്കെ വാർത്തകളായി വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനത്തുള്ള കേസുകളെ പറ്റിയല്ല, വളരെ ജെനുവിൻ ആയിട്ടുള്ള കേസുകളെ പറ്റിയേ അല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് മൊത്തം ഈ എന്താ പറയാ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ കേസുകളുണ്ട്. അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾക്ക് ജെനുവിനായിട്ട് ഇങ്ങനെ നടക്കുന്ന കേസുകളുടെ പ്രാധാന്യം വളരെയേറെ നഷ്ടപ്പെടും. നമ്മൾ എല്ലാവരെയും ആ ഒരു കണ്ണിൽ കൂടെ കാണും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിളോടുകൂടി ഞാൻ സംസാരിക്കാം. എനിക്ക് ആതിരയിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അത് അത്രയും നാള് ആതിര എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് നൈസായിട്ട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്ത് ചെയ്യാണ്, ആതിരയുടെ സ്വഭാവം പെട്ടെന്ന് മാറാണ്. അപ്പൊ ആ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആതിരയുടെ അടുത്തുനിന്ന് ഞാനൊരു അങ്ങനത്തെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല, ആതിര എന്നെ ചതിച്ചു അങ്ങനെയൊക്കെ എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആതിരനെ വിശ്വസിക്കുമോ? ഇല്ല. പിന്നെ എന്തൊക്കെ കാണിച്ചാലും ആതിരയുടെ ആ പഴയ ഒരു ഇതിലേക്ക് എനിക്ക് ചിലപ്പോൾ തിരിച്ചെത്താനായിട്ട് പറ്റില്ല. ചിലപ്പോൾ കുറെ നാളുകൾ എടുത്തിരിക്കാം ആ ഒരു ട്രസ്റ്റ് പിന്നെയും ബിൽഡ് ചെയ്തെടുക്കാൻ. അത് ഇതേപോലെ തന്നെയാണ് കുറെ നല്ല കേസുകൾ, അല്ലെങ്കിൽ എന്താ പറയാ കുറ്റവാളി ശിക്ഷിക്കപ്പെടാനായിട്ടുള്ള നല്ല നല്ല കേസുകൾ അവിടെ ഉള്ളപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന ഇങ്ങനത്തെ ഉള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ബിൽഡ് ചെയ്തെടുക്കുന്നതും അങ്ങനത്തെ ഉള്ള കേസുകളും വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ യഥാർത്ഥ വിക്ടിമിനെ പോലും നമ്മൾ സംശയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അങ്ങനെ ഒരു രീതി സമൂഹം ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഈ ഷിംജിതയുടെ കേസിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഈ പറഞ്ഞ ദീപക്കിനോട് ആർക്കും പ്രത്യേകിച്ച് അനുഭാവങ്ങളോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലരുടെയും പറച്ചിലുകളാണെങ്കിലും സ്ത്രീ വിരുദ്ധത വളരെ കൂടുതലൊക്കെ സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇവരൊരു കേസിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നത്. കാരണം രാഹുൽ മാങ്കുട്ടം കേസിലായിരുന്നു കുറേയധികം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ അങ്ങനെ അങ്ങ് ഓപ്പൺ ആയിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിജീവിതമാരെ അങ്ങ് പറയാൻ പറ്റാത്ത, കാരണം നമ്മൾ കുറെ കണ്ടാണ് അതിജീവിതയെ പറയുന്ന സമയത്ത് ഒരുപാട് കേസുകൾ എടുക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഷിംജിത വന്നുവിടുന്നത്. അത് ഒരു ഇര കാത്തിരിക്കുന്ന നായയൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കടിച്ചു കീറുന്നു, പ്രത്യേകിച്ച് ഒരു പുരുഷ ദിനം ഉണ്ടാക്കുന്നു ഈ പറയുന്ന ദീപകന്റെ പേരിൽ അയാളെ ഒരു രക്തസാക്ഷിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവർക്കൊക്കെ പ്രത്യേകിച്ച് നാണമില്ലേ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരോട് പ്രത്യേകിച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടോ സ്നേഹം ഉണ്ടായിട്ടോ ഒന്നുമല്ല. സ്ത്രീ വിരുദ്ധത കൃത്യമായി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഈ കേസുകളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിലെ വെള്ള പൂശുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അയ്യോ ദീപക്കിനെ വന്നത് കണ്ടില്ലേ, പാവം ദീപക്കിനെ പോലെയാണ് രാഹുൽ മാങ്കുട്ടം. ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്ന ആൾക്കാരെ ആലോചിക്കുമ്പോൾ രാഹുൽ മാങ്കുട്ടം അതായിരുന്നു ആ കേസിൽ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ കുറേയധികം വിക്ടിംസ് അതിനകത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിത്ര പറഞ്ഞ പോലെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നടന്ന കേസുകളിലെ പ്രതികൾ പോലും രക്ഷപ്പെടാനൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ രണ്ടും ഈക്വലായി മാറും. എല്ലാ പുരുഷന്മാരും നല്ലതാണെന്ന് പറയും. എല്ലാ പുരുഷന്മാരും പ്രൊട്ടക്ഷൻ ഒക്കെ ഇട്ടിട്ടാണ് ബസ്സിൽ പോകുന്നത്. ആ രീതിയിലൊക്കെ റീൽസ് കാണുന്ന സമയത്ത് പൊതുവെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമല്ലേ, 6 മണിക്ക് ശേഷം നിങ്ങൾ ചിത്രൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ 12 മണിക്ക് ശേഷം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഇറങ്ങണ്ട, ഇവിടുത്തെ ലോകം അങ്ങനെയാണ്, സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പൊ പുരുഷന്മാരും അങ്ങനെ ചെയ്തോട്ടെ, 6 മണിക്ക് ശേഷം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട, അല്ലെങ്കിൽ ബസ്സിൽ കയറുന്ന സമയത്ത് 6 മണിക്ക് ശേഷം നിങ്ങൾ ബസ്സിൽ കയറണ്ട, സ്ത്രീകൾ ഇങ്ങനെയാണ്. ഇത്തരത്തിലുള്ള കേസുകൾ നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അകലം പാലിച്ച് സ്ത്രീകളെ കാണുന്ന സമയത്ത് മാറി നടക്കുക, പ്രശ്നം തീർന്നില്ലേ. പക്ഷെ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവർ വീരപുരുഷന്മാരാണ്, അവർ നല്ല ധൈര്യശാലികളാണ്. പക്ഷെ അവരപ്പുറത്തിരുന്നിട്ട് സ്ത്രീ വിരുദ്ധത പച്ചക്കിരുന്ന് പറയുകയും ചെയ്യും. പക്ഷെ ആ ഒരു രീതി ശരിയല്ല. ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ അത് അങ്ങനെ തന്നെ വരും. ഇപ്പൊ ഷിംജിതയ്ക്ക് കൃത്യമായി അറസ്റ്റ് ചെയ്തിട്ടില്ലേ, അപ്പൊ പക്ഷെ ഒരാള് മരിച്ചിട്ടാണ് അത് പുറത്തേക്ക് വന്നത് പോലും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള കേസുകൾക്ക് ഉണ്ടാവുന്ന ജെനുവിൻ ആയിട്ട് ഉണ്ടാവുന്ന കേസുകളുടെ ആ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്നു മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ.